നമസ്കാരം. നമുക്കിന്ന് PUCC സർട്ടിഫിക്കറ്റ് എല്ലാ വാഹനങ്ങൾക്കും ആവശ്യമാണല്ലോ. അപ്പം പോലീസ് പിടിച്ചു, നിങ്ങളുടെ കൈവശം PUCC സർട്ടിഫിക്കറ്റ് ഇല്ല, 2000 രൂപ ഫൈൻ അടിച്ചു തന്നു. അതെങ്ങനെ നമുക്ക് 250 രൂപയായി കുറയ്ക്കാം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി ഈ PUCC സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ്. അത് എല്ലാ വാഹനങ്ങൾക്കും മാൻഡേറ്ററി ആയി വേണ്ട ഒരു സർട്ടിഫിക്കറ്റാണ്. അത് നമ്മളുടെ കൈവശം വേണ്ടതുമാണ്. അത് BS6 വാഹനങ്ങൾക്ക് 1 വർഷത്തേക്ക് കിട്ടും. BS6 താഴോട്ടുള്ള, അതായത് BS3 മുതൽ ഉള്ള പഴയ വാഹനങ്ങൾക്ക് 6 മാസത്തേക്കാണ് വാലിഡിറ്റി ഉള്ളത്. മിക്കവാറും നമ്മളെല്ലാവരും ഈ PUCC സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി നോക്കാറില്ല. അതെടുക്കാൻ മറന്നു പോവുകയാണ് ചെയ്യാറുള്ളത്. അത് നമുക്ക് ഓർമ്മിപ്പിക്കാനായിട്ട് ചിലവരുടെ മൊബൈലുകളിൽ മെസ്സേജൊക്കെ വരുന്നുണ്ട്. PUCC നേരത്തെ എടുത്ത സെൻറ്റർ എവിടെയാണോ അവിടുന്ന് ഒരു മെസ്സേജൊക്കെ അയക്കാറുണ്ട്. ചിലർക്ക് വരാറില്ല. അത് കാരണത്താൽ ചിലപ്പോൾ അത് PUCC സർട്ടിഫിക്കറ്റ് എടുക്കാൻ മറന്നു പോകും. എടുക്കാമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ കൊണ്ടുപോയി എടുക്കണം. സംഭവം 100 രൂപയേ ഉള്ളൂ. ഈ 100 രൂപയുടെ ഇതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ 2000 രൂപ നഷ്ടപ്പെടാം. പക്ഷെ ആ 2000 രൂപ നമ്മൾ അടയ്ക്കേണ്ടതില്ല. അത് പറയാം ഞാൻ എങ്ങനെയാണെന്ന്. ഈ PUCC സർട്ടിഫിക്കറ്റ് വണ്ടികൾക്ക് നിർബന്ധമായും വേണ്ട ഒരു സർട്ടിഫിക്കറ്റ് തന്നെയാണ്. എന്ന് വെച്ചാൽ ഈ പൊല്യൂഷൻ, അതായത് നമ്മുടെ വണ്ടികൾ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ പറഞ്ഞിരിക്കുന്ന തരത്തിൽ മാത്രമേ ഈ പൊല്യൂഷൻ പുറത്തോട്ട് വിടുന്നുള്ളൂ എന്നുള്ളതിനുള്ള തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണത്. അത് നമ്മുടെ നാടുകളിൽ ഒരു വിധപ്പെട്ട എല്ലാ ജംഗ്ഷനുകളിലും ഉണ്ട്. ഒരു PUCC സർട്ടിഫിക്കറ്റ് എടുത്തു തരാൻ പുക പരിശോധന സർട്ടിഫിക്കറ്റ് കേന്ദ്രം എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അവിടെ പോയി നിസ്സാരമായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മളത് മറന്നു പോകുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ ഇനി മറന്നുപോയാലും നിങ്ങളത് ബുദ്ധിമുട്ടണ്ട. നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുത്ത് കയ്യിൽ വെക്കാം. അപ്പം അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ പരിവാഹൻ സൈറ്റിലേക്ക് പോവുക. പരിവാഹൻ സൈറ്റിൽ പോയാൽ അതിൽ സൈറ്റിൽ പോവുക. അല്ലെങ്കിൽ മൊബൈൽ ആപ്പുണ്ട്, നെക്സ്റ്റ് ജെൻ പരിവാഹൻ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളവർക്ക് ആപ്പിലേക്ക് കയറിയിട്ട് അതിൽ 3 ഡോട്ട്സ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ PUCC എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന ഓപ്ഷനിൽ നമ്മുടെ വണ്ടിയുടെ നമ്പരും രജിസ്ട്രേഷൻ നമ്പരും അതിന് തൊട്ട് താഴെ വണ്ടിയുടെ ചേസിസ് നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ PUCC സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ആയിട്ട് വരും. അത് നമ്മുടെ ഫസ്റ്റ് പേജാണ് വരുന്നത്. അത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിന്റിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. താഴോട്ട് വരുമ്പോൾ അവിടെ പ്രിന്റിംഗ് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ മാത്രം നമ്മുടെ ഫുൾ സർട്ടിഫിക്കറ്റ് നമുക്ക് A4 സൈസിൻ്റെ വലുപ്പത്തിൽ നമുക്ക് കിട്ടും. അത് നമ്മുടെ മൊബൈലിലേക്ക് സേവ് ചെയ്ത് വെച്ചാലും മതി. സേവ് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞ ശേഷം അത് പോയി പ്രിന്റ് എടുത്ത് വേണമെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കാം. പക്ഷേ ഇത് എക്സ്പയർ ആവുന്നതിന് മുമ്പായിരിക്കണം. ഇത് എക്സ്പയർ ആയി കഴിഞ്ഞാൽ പിന്നെ സൈറ്റിൽ ഉണ്ടാവില്ല. അത് നമ്മുടെ വണ്ടിയിൽ സൂക്ഷിക്കാവുന്നതാണ്. അതില്ലാതെ വരുമ്പോൾ പോലീസിന് ഫൈൻ അടിക്കാം. പോലീസ് അല്ലെങ്കിൽ MVD, നമ്മൾ ആരെയാണോ നമ്മളെ വഴിയിൽ തടഞ്ഞു നിർത്തി ചെക്ക് ചെയ്യുന്നത് അവരുടെ മുമ്പിൽ ഇത് ഹാജരാക്കേണ്ടതാണ്. ഇതുള്ളവർ മൊബൈലിൽ ഹാജരാക്കാം. അല്ലാത്തവർക്ക് ഫൈൻ വാങ്ങി വീട്ടിലേക്ക് പോകാം. ഈ 2000 രൂപ ഫൈൻ അടയ്ക്കുക എന്നുള്ളതാണ് മിക്കവാറും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങനെ അടയ്ക്കേണ്ട. ഈ ഫൈനിൽ തന്നെ അതിൻ്റെ താഴോട് നോക്കുമ്പോൾ പറയുന്നുണ്ട് ഏറ്റവും അവസാനമായി, ഫൈൻ നമ്മൾക്ക് പോലീസോ MVDയോ അടിച്ച് തന്ന് 7 ദിവസത്തിനകം നമ്മൾ ഈ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് പോയി പൊല്യൂഷൻ സെൻറ്ററിൽ പോയി എടുത്ത് കൊണ്ടുവന്ന് രജിസ്റ്റേർഡ് തപാലിലോ നേരിട്ടോ കൊണ്ടുവന്ന് അവിടെ കാണിക്കുകയാണെങ്കിൽ ഈ 2000 രൂപ എന്നുള്ളത് കുറച്ച് നമുക്ക് 250 രൂപയാക്കി തരും. രജിസ്റ്റേർഡ് തപാലിൽ അവരുടെ അഡ്രസ്സ് അവിടെ ഉണ്ടാവും. ആരാണോ നമുക്ക് പെറ്റി അടിച്ച് തന്നത് അവർക്ക് തന്നെ കൊടുക്കണം. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണെങ്കിൽ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ അയച്ചു കൊടുക്കുകയോ നേരിട്ട് കൊണ്ടുപോയി ഹാജരാക്കുകയോ ചെയ്യാം. അല്ലെങ്കിൽ MVD ആണെങ്കിൽ MVDയുടെ ഓഫീസിലേക്ക് രജിസ്റ്റേർഡ് തപാലായി അയക്കുകയോ അല്ലെങ്കിൽ
നേരിട്ട് കൊണ്ടുപോയി ഹാജരാക്കുകയോ ചെയ്താൽ അവർക്കിത് 250 രൂപയാക്കി തരാനുള്ള അധികാരമുണ്ട്. 2000 രൂപയിൽ നിന്ന് കുറഞ്ഞ് 280 രൂപയാക്കും. 7 ദിവസത്തിനുള്ളിൽ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി കാണിക്കണം, എടുത്തിരിക്കണം. 7 ദിവസം കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല, ഫൈൻ അടച്ച് തന്നെ മതിയാവുകയുള്ളൂ. ഈ PCC സർട്ടിഫിക്കറ്റ് മാത്രമല്ല, മറ്റേത് സർട്ടിഫിക്കറ്റ് ആയിരുന്നാലും നമ്മുടെ കൈവശം അപ്പോഴില്ല എങ്കിൽ നമുക്ക് 7 ദിവസം കൊണ്ട് ഹാജരാക്കാം, കാണിച്ചാൽ മതി. പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ നിർബന്ധമായും നമ്മുടെ കൈവശം ഇല്ലെങ്കിൽ എക്സ്പയർ ആയാലും നമ്മൾ എടുത്തിരിക്കേണ്ടതാണ്. മാൻഡേറ്ററി ആയി എല്ലാ സർട്ടിഫിക്കറ്റുകളും നമ്മൾ കൈവശം കൊണ്ട് നടക്കേണ്ടത് തന്നെയാണ്. മൊബൈലിൽ അതിനുള്ള ഓപ്ഷനുണ്ട്. ഇനിയിപ്പോൾ ഡിജി ലോക്കർ എന്ന് പറയുന്ന ഒരു ആപ്പ് തന്നെയുണ്ട്. അത് ഗവൺമെന്റിന്റെ സപ്പോർട്ടോടുകൂടിയാണ്. അതിൽ സേവ് ചെയ്തിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും, ലൈസൻസ് ഉൾപ്പെടെ വണ്ടിയുടെ രേഖകളും, RC രേഖകളും, ഇനി വേണമെങ്കിൽ ഈ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റും എല്ലാം അതിൽ ഉൾപ്പെടുത്താം. അത് നമുക്ക് കൊണ്ടുപോയി എവിടെയാണോ നമ്മൾ കാണിക്കേണ്ടത്, പോലീസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് ഓപ്പണാക്കി കാണിച്ചാൽ മതി. MVD ചെക്ക് ചെയ്താലും അത് ഓപ്പണാക്കി കാണിച്ചാൽ മതി. അത് എല്ലാ രേഖകളും അതിലുണ്ടാവും. അത് നമുക്ക് വാലിഡായി ഉള്ളതാണ്. അത് കാണിച്ചാൽ മതിയാവും. അവർ അതിന് സമ്മതിച്ചിരിക്കണം. അങ്ങനെ നമുക്ക് 2000 രൂപ എന്നുള്ളത് നമുക്കൊരു 250 രൂപയായി കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇനി ആരും 2000 രൂപ ഫൈൻ അടയ്ക്കണ്ട. എന്തേ? അപ്പോൾ എങ്ങനെയാണ് ഈ PUCC സർട്ടിഫിക്കറ്റ് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നതെന്നും അറിയാമല്ലോ. ആപ്പ് ഉപയോഗിച്ച് ചെയ്യാം. അല്ല, ആപ്പ് ഇല്ലാത്തവർക്ക് കമ്പ്യൂട്ടറിൽ നിന്നാണെങ്കിൽ ആ വെബ്സൈറ്റിൽ കയറിയാൽ മതി. പരിവാഹൻ എന്ന വെബ്സൈറ്റിലേക്ക് കയറിയാൽ മതി. നിങ്ങൾക്ക് സിമ്പിളായി ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഈ അറിവ് മനസ്സിൽ സൂക്ഷിക്കുക. ഓക്കെ, ബൈ.